ഹായ് ഫ്രണ്ട്സ്, വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കാം. മീഡിയം സൈസിലുള്ള 4 പൊട്ടറ്റോയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പൊട്ടറ്റോ എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എന്നിവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നിന്നും 4 ടേബിൾ സ്പൂൺ ഫ്ലോർ മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിന്നും ഒരു പീസ് പൊട്ടറ്റോ എടുത്ത് ഇതിന് പുറത്ത് ഫ്ലോർ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കാം. വീണ്ടും ഇത് ഫ്ലോറിലേക്കിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. എക്സസായി വരുന്ന ഫ്ലോർ തട്ടിക്കളഞ്ഞ ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പൊട്ടറ്റോ എല്ലാം ഇതുപോലെ ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്കിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കണം സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കേണ്ടത്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.